ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? ചെറുപയർ വെച്ച് നമ്മളെല്ലാവരും ആഴ്ചയിൽ 1-2 തവണയെങ്കിലും കറി ഉണ്ടാക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കണ ചെറുപയർ കറി വെച്ച് ചോറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഒരുപോലെ കൂട്ടാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾ ചെറുപയറിൽ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂ. 1 കപ്പ് ചെറുപയർ എടുത്ത് ഓവർനൈറ്റ് കുതിർത്തി വെച്ചേക്കുന്നതാണ്. അളവൊന്നും ഇല്ല കേട്ടാ. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതനുസരിച്ച് നിങ്ങൾ ചെറുപയർ എടുത്തോളും. ചെറിയ ഒരു സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, 2 പച്ചമുളക്, മീഡിയം സൈസിലുള്ള ഒരു തക്കാളി, കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ കുറേശ്ശെ പുളിയുള്ള തൈര്. ഇതെല്ലാം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരും. ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വെള്ളം വേണ്ടി വരില്ല കേട്ടാ. തക്കാളിയിലും തൈരിലൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ, വേണ്ടി വന്നാൽ ചേർത്തോളൂ. കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ചെറിയ ഒരു കഷ്ണം പട്ട, 1 ഗ്രാമ്പ്, ചാറിന്റെ 1/4 ഭാഗം, 1 ഏലക്ക, മീഡിയം സൈസിലുള്ള ഒരു സവോള. സവോള നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. സവോള സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, സാധാരണ മുളക് പൊടി 1/2 ടീസ്പൂൺ. ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അത് കാരണം ഞാൻ മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. മിക്സ് ചെയ്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. പൊടികളുടെ പച്ചമണമൊക്കെ പോയതും നമ്മൾ അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ജാറ് കഴുകി ആ വെള്ളം ആഡ് ചെയ്യാം. എന്തോരം ചാറ് വേണോ അതനുസരിച്ച് വെള്ളം ആഡ് ചെയ്തോളൂ കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരപ്പിൻ്റെ പച്ചമണമൊക്കെ പോട്ടെ. അപ്പോഴേക്കും എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വരും. വെറുതെ അടച്ചു വെക്കുന്നുള്ളൂ കേട്ടോ. നല്ലോണം തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നേക്കണുണ്ടല്ലേ, ഇങ്ങനെ ആവണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചേക്കണ ചെറുപയർ ചേർക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി ഞാൻ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് കറി ഒന്ന് തിളക്കട്ടെ. കറി നല്ലോണം തിളയ്ക്കാൻ തുടങ്ങി. കുക്കർ അടച്ച് 2 വിസിൽ വിട്ടെടുക്കാം. കുതിർത്തി വെച്ച പരിപ്പായ 2 വിസിൽ വിട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3-4 വിസിൽ വിട്ടോളൂ കേട്ടോ. പരിപ്പ് വെന്തുണ്ട് കേട്ടോ. ഫ്ലെയിം ഓണാക്കി കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇത് ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഒരുപാട് നേരം ഒന്നും വേണ്ട, ഒന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പം നല്ലോണം തിളച്ചു. കുറച്ച് മല്ലിയില ഇടാം. നമുക്ക് കറിക്ക് വറുത്തിടാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. മല്ലിയില ഇട്ട് നമുക്ക് കറിക്ക് വറുത്തിടാം. 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 വെളുത്തുള്ളി നീളനെ മുറിച്ചത്, 5-6 ചെറിയ ഉള്ളി, 2 ചുവന്ന മുളക്, കുറച്ച് വേപ്പില. ഉള്ളി നല്ലോണം വാട്ടിയെടുക്കണം. ഉള്ളി നല്ലോണം വാടി ഇനി നമുക്കിത് കറിയിലേക്ക് ആഡ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുക്കുക. അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാട്ടാ. നമുക്ക് എല്ലാറ്റിനും കൂട്ടാം. ബ്രേക്ക്ഫാസ്റ്റിനായാലും ചോറിനായാലും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.